ചാപ്റ്റർ 3 പേയേഴ്സ് ഓഫ് ഇക്വേഷൻസ്. ഈ ചാപ്റ്ററിലെ പ്രോബ്ലംസിൽ കുറച്ച് കണ്ടീഷൻസ് തന്നിട്ടുണ്ടാവും. ആ കണ്ടീഷൻസിന്റെ ബേസിൽ നമ്മൾ ഇക്വേഷൻസ് ഫോം ചെയ്യും. എക്സ് ആൻഡ് വൈ ടേമിൽ ഇക്വേഷൻസ് ഫോം ചെയ്യും. ആ എക്സ് വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതിനെ നമ്മൾ എക്സ് ആൻഡ് വൈ ആയിട്ട് ഡിനോട്ട് ചെയ്യാണ് ചെയ്യുക. അങ്ങനെ ഇക്വേഷൻസ് തന്നിട്ട് ആ ഇക്വേഷനെ സോൾവ് ചെയ്ത് നമ്മൾ ആ എക്സ് ആൻഡ് വൈ ടേമിനെ കണ്ടുപിടിക്കും. അതായിരിക്കും എന്ത് ആ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ. ഇപ്പോ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. There are 100 beads in a box, some black and some white. 10 more black than white. How many black? How many white? അപ്പോ ഒരു ബോക്സിൽ 100 ബീഡ്സ് ഉണ്ട്. ആ 100 ബീഡ്സിൽ കുറച്ച് ബ്ലാക്ക് ആണ്, കുറച്ച് വൈറ്റ് ആണ്. വൈറ്റിനെക്കാട്ടിലും 10 നമ്പേഴ്സ് ബ്ലാക്ക് അധികം ഉണ്ട്. അപ്പോ മൊത്തത്തിൽ എത്ര ബ്ലാക്ക് ഉണ്ട്, എത്ര വൈറ്റ് ഉണ്ട്, അതാണ് ചോദിച്ചത്. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ് 100 ആണ്. പിന്നെ പറഞ്ഞിട്ടുണ്ട് അതിൽ സം ബ്ലാക്ക് ആൻഡ് സം വൈറ്റ്. ഇപ്പൊ നമ്മൾ ബ്ലാക്കിനെ എക്സ് എന്ന് ഡിനോട്ട് ചെയ്തു. ബ്ലാക്ക് ബീഡ്സ് എക്സ് നമ്പേഴ്സ് ഉണ്ട്. അപ്പം വൈറ്റ് ബീഡ്സ് എത്ര നമ്പേഴ്സ് ഉണ്ടാവും? ഇവിടെ അറിയാം വൈറ്റിനെക്കാട്ടിലും 10 നമ്പേഴ്സ് അധികം ഉണ്ട് ബ്ലാക്ക് എന്ന് പറയുന്നത്. അപ്പോ വൈറ്റ് എന്ന് പറഞ്ഞാല് ബ്ലാക്കിനെക്കാട്ടിലും 10 നമ്പേഴ്സ് കുറവാണ്. അപ്പോൾ ബ്ലാക്ക് എക്സ് ആയതുകൊണ്ട് വൈറ്റ് എക്സ് മൈനസ് 10 ആണ്. പിന്നെ ഇവിടെ പറഞ്ഞത് ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ് 100 ആണെന്നാണ്. അപ്പോ ദാറ്റ് മീൻസ് നമ്പർ ഓഫ് ബ്ലാക്ക് പ്ലസ് നമ്പർ ഓഫ് വൈറ്റ് ഈക്വൽ ടു 100. നമ്പർ ഓഫ് ബ്ലാക്ക് എക്സ്, എക്സ് പ്ലസ് എക്സ് മൈനസ് 10 ഈക്വൽ ടു 100. അപ്പൊ നമ്മളിവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ എക്സ് പ്ലസ് എക്സ് മൈനസ് 10 ഈക്വൽ ടു 100. എക്സ് പ്ലസ് എക്സ് 2x, 2x മൈനസ് 10 ഈക്വൽ ടു 100. 2x ഈക്വൽ ടു 110, x ഈക്വൽ ടു 110 divided by 2 equal to 55. നമുക്കറിയാം നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ് അതായത് എക്സ് ഈക്വൽ ടു 55. അപ്പോൾ നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ് എക്സ് മൈനസ് 10, 55 മൈനസ് 10 ഈക്വൽ ടു 45 നമ്പേഴ്സ്. അപ്പോൾ നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സും നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സും കിട്ടി. ഇനി ഈ സെയിം ക്വസ്റ്റ്യന് മറ്റൊരു മെത്തേഡിലൂടെ ചെയ്യാം. ഇവിടെ നമ്മൾ നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സിന് എക്സ് മൈനസ് 10 എന്നാണ് ഡിനോട്ട് ചെയ്തത്. ഇനി നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സിനെ എക്സ് ആയിട്ടും നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സിനെ വൈ ആയിട്ടും എടുത്തിട്ട് എങ്ങനെയാണ് ആൻസർ കിട്ടുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്തു, നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ് വൈ എന്ന് ഡിനോട്ട് ചെയ്തു. ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ് 100 ആണെന്ന് പറയാം. എങ്ങനെ പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ് 100 എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ആയിരിക്കും. നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ് പ്ലസ് നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ്, അതായത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 100 ആണ്. പിന്നെ പറഞ്ഞിട്ടുണ്ട് ബ്ലാക്ക് ബീഡ്സ് വൈറ്റ് ബീഡ്സിനെക്കാട്ടിലും 10 നമ്പേഴ്സ് കൂടുതലായിരിക്കും. അപ്പോ ഇതിന്ന് ബ്ലാക്ക് ബീഡ്സിന്റെ എക്സ് നമ്പേഴ്സ് വൈറ്റ് ബീഡ്സിന്റെ വൈ നമ്പേഴ്സ് കുറച്ചാല് നമുക്ക് 10 എന്ന് കിട്ടും. നമുക്കറിയാം നമ്മൾ 7th ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് രണ്ട് ഡിഫറെന്റ് നമ്പേഴ്സിന്റെ അഡീഷനും സബ്സ്ട്രാക്ഷനും തമ്മിൽ ആഡ് ചെയ്താൽ അതിന്റെ ലാർജസ്റ്റ് നമ്പറിന്റെ ട്വൈസ് ആയിരിക്കും കിട്ടുക. ഫോർ എക്സാമ്പിൾ 6 പ്ലസ് 2 ആൻഡ് 6 മൈനസ് 2, 2 നമ്പേഴ്സ് ആഡും ചെയ്തു അതുപോലെ തന്നെ സബ്സ്ട്രാക്റ്റും ചെയ്തു. ഈ രണ്ട് നമ്പറിന്റെയും അഡീഷൻ ആൻഡ് ഡിഫറൻസ് ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്താൽ 6 പ്ലസ് 2 8 എന്ന് കിട്ടി, പ്ലസ് 6 മൈനസ് 2 4 എന്ന് കിട്ടി, ഈക്വൽ ടു 12 എന്ന് കിട്ടില്ലേ. ഇത് രണ്ട് നമ്പേഴ്സിന്റെ അഡീഷനും ഡിഫറൻസും തമ്മിൽ ആഡ് ചെയ്താലേ നമുക്ക് ഇതിലെ ലാർജസ്റ്റ് നമ്പറിന്റെ
ലാർജസ്റ്റ് നമ്പറിന്റെ ട്വൈസ് ആയിരിക്കും കിട്ടുക. 2 ഇൻറ്റു ആ ലാർജസ്റ്റ് നമ്പർ ആയിരിക്കും കിട്ടുക. അതല്ല കിട്ടിയത്, ഇവിടെ 12 ആണ്. 12 എന്ന് പറഞ്ഞാല് ഇവിടെ ലാർജസ്റ്റ് നമ്പർ ഏതാ? 6 ആണ്. 6 ഇൻറ്റു 2 ഈക്വൽ ടു 12. അപ്പൊ ഈ ഫോമിലാണ് ഇത് വന്നിട്ടുള്ളത്. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 100, എക്സ് മൈനസ് വൈ ഈക്വൽ ടു 10. ഈ ലെഫ്റ്റ് സൈഡിലെ ടേം ഈ ഫോമിലാണ് വന്നിട്ടുള്ളത്. എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും, അതായത് രണ്ട് ഡിഫറെന്റ് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുകയും സബ്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്തു. അതിന്റെ അഡീഷൻ എന്തായിരിക്കും കിട്ടുക? ഇതിലെ ലാർജസ്റ്റ് നമ്പറിന്റെ ട്വൈസ് ആയിരിക്കും. 2 ഇൻറ്റു ആ ലാർജസ്റ്റ് നമ്പർ ആയിരിക്കും എന്നാ പറഞ്ഞത്. നമുക്കറിയാം ഇവിടെ ലാർജസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാല് എക്സ് ആണെന്ന് വെച്ചാല് വൈറ്റ് ബീഡ്സിനെക്കാട്ടിലും 10 നമ്പേഴ്സ് കൂടുതലാണ് എക്സ് എന്ന് പറയുന്നത്. അപ്പൊ ലാർജസ്റ്റ് നമ്പർ എക്സ് ആണ്. അപ്പോ ഇവിടെ ഇതിന്റെ ആൻസർ വരും എന്തായിരിക്കും? 2 ഇൻറ്റു എക്സ് ആയിരിക്കും. ഈ ടേം ആഡ് ചെയ്താൽ 2 ഇൻറ്റു എക്സ് ആയിരിക്കും വരിക. ഇനി നമ്മളിവിടെ അഡീഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ തന്നെ ഈ റൈറ്റ് സൈഡിലെ വാല്യൂസും ആഡ് ചെയ്യണം. അപ്പോൾ റൈറ്റ് സൈഡിലെ വാല്യൂസ് ആഡ് ചെയ്താൽ ഈക്വൽ ടു 110 എന്ന് കിട്ടും. എക്സ് ഈക്വൽ ടു 110 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 55. നമുക്കറിയാം ഇതാണ് നമ്പർ ഓഫ് ബ്ലാക്ക് ബീഡ്സ്. നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ് എങ്ങനെ കാണാം? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 100 എന്ന് തന്നിട്ടുണ്ട്. വൈ ആണ് നമ്പർ ഓഫ് വൈറ്റ് ബീഡ്സ്. അത് 100 മൈനസ് ബ്ലാക്ക് ബീഡ്സ് എത്രയാണ്? 55 ഈക്വൽ ടു 45. വൈ ഈക്വൽ ടു 45. Next question. The price of a table and a chair together is 5,000 rupees. The price of a table and 4 chairs is 8,000 rupees. What is the price of each? First sentence il parayunnathu ഒരു ടേബിളും ഒരു ചെയറും ഒരുമിച്ച് വാങ്ങിയപ്പോൾ 5,000 rupees ആണ് അതിന്റെ പ്രൈസ്. പിന്നെ നെക്സ്റ്റ് ടൈം ഒരു ടേബിളും 4 ചെയർസും വാങ്ങിയപ്പോൾ 8,000 rupees ആണ് പ്രൈസ്. അപ്പോ ഒരു ടേബിളിന്റെ മാത്രം പ്രൈസ് എത്രയാണ്, അതുപോലെ തന്നെ ഒരു ചെയറിന്റെ മാത്രം പ്രൈസ് എത്രയാണ്, അതാണ് ചോദിച്ചത്. ഫസ്റ്റ് ഓഫ് ഓൾ പ്രൈസ് ഓഫ് ചെയർ ഈക്വൽ ടു എക്സ് ആയിട്ട് എടുത്തു. ചെയറിന്റെ പ്രൈസ് നമ്മൾ എക്സ് ആയിട്ട് ഡിനോട്ട് ചെയ്തു. ഇനി നമുക്കറിയാം 1 ടേബിൾ പ്ലസ് 1 ചെയർ ഈക്വൽ ടു 5,000 rupees. നമ്മൾ ഫസ്റ്റ് സെന്റൻസ് പറഞ്ഞിട്ടുണ്ട് ഒരു ടേബിളിന്റെയും ഒരു ചെയറിന്റെയും കൂടി പ്രൈസ് 5,000 rupees ആണ്. പിന്നെ നമ്മളിവിടെ ചെയറിന് എക്സ് ആയിട്ട് ഡിനോട്ട് ചെയ്തല്ലോ. അപ്പോ ടേബിൾ പ്ലസ് എക്സ് ഈക്വൽ ടു 5,000. ഇതിൽ നിന്ന് നമുക്ക് ടേബിളിന് ഒരു വാല്യൂ കണ്ടുപിടിക്കാം എക്സിന്റെ ടൈമിൽ. എങ്ങനെ? ടേബിൾ ഈക്വൽ ടു 5,000 മൈനസ് എക്സ്. അപ്പൊ പ്രൈസ് ഓഫ് ചെയർ എക്സ് എന്നും കിട്ടി, പ്രൈസ് ഓഫ് ടേബിൾ 5,000 മൈനസ് എക്സ് എന്നും കിട്ടി. ഇനി ഇത് രണ്ടും കൂടി നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സെക്കൻഡ് സെന്റൻസിൽ പറയുന്നത് ഒരു ടേബിളും പ്ലസ് 4 ചെയർസും വാങ്ങിയപ്പോൾ അതിന്റെ പ്രൈസ് 8,000 rupees ആയിരുന്നു. അപ്പൊ ഇവിടെ ടേബിളിന്റെ വാല്യൂ എന്താണ്? നമ്മൾ ഫസ്റ്റ് സെന്റൻസിൽ നിന്നും ടേബിളിന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്. 5,000 മൈനസ് എക്സ്. 5,000 മൈനസ് എക്സ് പ്ലസ് ഇത് ടേബിളിന്റെ പ്രൈസ് 4 ഇൻറ്റു ചെയറിന്റെ പ്രൈസ് എക്സ് ഈക്വൽ ടു 8,000. അപ്പോൾ 5,000 മൈനസ് എക്സ് പ്ലസ് 4x ഈക്വൽ ടു 8,000. ഇവിടെ മൈനസ് എക്സ് പ്ലസ് 4x എന്ന ഫോമിൽ വന്നിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി എഴുതാം. മൈനസ് എക്സ് പ്ലസ്
4x. ഇത് രണ്ട് ഓപ്പോസിറ്റ് സൈൻസ് ഉള്ള നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എക്സ് നെഗറ്റീവ് ആണ്, 4x പോസിറ്റീവ് ആണ്. ഈ നെഗറ്റീവ് നമ്പറും പോസിറ്റീവ് നമ്പറും തമ്മിൽ ആഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനത്തെ കേസിൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ സൈൻ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ വലുത് 4x ആണ്, 4x, ഇവിടെ ചെറുത് -x ആണ്. അപ്പൊ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. 4x - x 3x, എന്നിട്ട് വലുതിന്റെ സൈൻ അത് പോസിറ്റീവ് ആണ്, 3x. അപ്പൊ ഇവിടെ ആൻസർ എങ്ങനെ വരും? 5000 plus 3x equal to 8000. ഓക്കെ, ഇതിൽ നിന്ന് 3x equal to 8000 minus 5000. 3x equal to 3000, x equal to 3000 by 3 equal to 1000. അപ്പൊ x എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസ് ഓഫ് ചെയർ. പ്രൈസ് ഓഫ് ചെയർ x equal to 1000 എന്ന് കിട്ടി. അപ്പോൾ പ്രൈസ് ഓഫ് ടേബിൾ എന്താണ്? നമുക്കറിയാം പ്രൈസ് ഓഫ് ടേബിൾ എന്ന് പറഞ്ഞാൽ അത് 5000 - x ആണ്. നമ്മൾ മുമ്പേ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഫസ്റ്റ് സെന്റൻസിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. 5000 - x ആണ് പ്രൈസ് ഓഫ് ടേബിൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് 5000 - 1000 equal to 4000. Price of chair 1000 rupees and price of table 4000 rupees. ഇനി ഈ സെയിം പ്രോബ്ലം നമുക്ക് സെക്കൻഡ് മെത്തേഡിലൂടെ ചെയ്യാം. സെക്കൻഡ് മെത്തേഡ് എങ്ങനെയാണ്? രണ്ട് അൺനോൺ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് പ്രൈസ് ഓഫ് ചെയറിന് നമ്മൾ x ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഓഫ് ടേബിളിനെ y ആയിട്ട് ഡിനോട്ട് ചെയ്യാം. എന്നിട്ട് ആൻസർ കണ്ടുപിടിക്കാം. സെക്കൻഡ് മെത്തേഡിൽ പ്രൈസ് ഓഫ് ചെയർ x ആക്കി എടുത്തു, പ്രൈസ് ഓഫ് ടേബിൾ y ആയിട്ടും എടുത്തു. അങ്ങനെ ഫസ്റ്റ് സെന്റൻസ് പറയുന്നുണ്ട്, ഒരു ചെയറിന്റെയും ഒരു ടേബിളിന്റെയും പ്രൈസ് 5000 rupees. ദാറ്റ് ഈസ് x plus y, one chair and one table equal to 5000 rupees. Then second sentence പറയുന്നുണ്ട്, ഒരു ടേബിളും 4 ചെയർസും കൂടി 8000 rupees. അപ്പോൾ ചെയർസ് 4 ആണുള്ളത്, 4x പ്ലസ് ടേബിൾ, ഒരു ടേബിൾ 1y ഈക്വൽ ടു 8000 rupees. അങ്ങനെ രണ്ട് ഇക്വേഷൻസ് നമുക്ക് കിട്ടി. വൈയുടെ വാല്യൂ, അതായത് ടേബിളിന്റെ വാല്യൂ നമ്മൾ ഫസ്റ്റ് മെത്തേഡിൽ ഇൻ ടേംസ് ഓഫ് എക്സിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ്? y ഈക്വൽ ടു 5000 - x. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 4x പ്ലസ് 5000 - x ഈക്വൽ ടു 8000. That is 4x plus 5000 - x equal to 8000. 4x minus x, 3x. 3x plus 5000 equal to 8000. 3x equal to 8000 minus 5000, that is 3000, and x equal to 3000 by 3 equal to 1000. x ന്റെ വാല്യൂ നമുക്ക് 1000 എന്ന് കിട്ടി. അതാണ് ചെയർ x equal to 1000. ആൻഡ് y വാല്യൂ നമുക്ക് ഇക്വേഷൻ അറിയാം, 5000 - x നമ്മളിവിടെ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ x ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 5000 -
1000 equal to 4000. So price of table 4000 rupees. Next question. When we add 1 to the numerator of a fraction and simplify it, we get 1 by 2. When we add 1 to the denominator instead and simplify it, we get 1 by 3. What is the fraction? ഇവിടെ പറയുന്നത് ഒരു ഫ്രാക്ഷൻ എടുത്ത് അതിന്റെ ന്യൂമറേറ്ററിൽ 1 ആഡ് ചെയ്തു, അതിനുശേഷം അതിനെ സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് 1 by 2 എന്ന ആൻസർ കിട്ടി. ഇതേ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററിൽ 1 ആഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്തപ്പോൾ ആൻസർ 1 by 3 എന്നും കിട്ടി. അപ്പോൾ ഏതാണ് ആ ഫ്രാക്ഷൻ എന്നാണ് ചോദിച്ചത്. ഇവിടെ നമുക്ക് രണ്ട് മെത്തേഡിലൂടെ ചെയ്യാം. ഫസ്റ്റത്തെ മെത്തേഡ് ആ ഫ്രാക്ഷനിൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും അൺനോൺ വാല്യൂസ് ആണ്. ഈ രണ്ട് വാല്യൂസിനെയും എക്സിന്റെ ടേമിൽ എഴുതിയതിനു ശേഷം കണ്ടുപിടിക്കുക. പക്ഷെ അത് ഭയങ്കര ലെങ്തി ആണ്. അപ്പൊ നമ്മൾ സെക്കൻഡ് മെത്തേഡ് ഉപയോഗിക്കുക. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഡിഫറെന്റ് ലെറ്റേഴ്സ്, അതായത് ഇപ്പൊ ആ ഫ്രാക്ഷൻ നമുക്ക് എക്സ് ബൈ വൈ എന്നാക്കി എടുക്കാം. ന്യൂമറേറ്ററിൽ എക്സ് എന്നും ഡിനോമിനേറ്ററിൽ വൈ എന്നും ഡിനോട്ട് ചെയ്തിട്ട് നമുക്ക് ആ ഫ്രാക്ഷനെ എടുക്കാം. ഇവിടെ ഫ്രാക്ഷൻ എക്സ് ബൈ വൈ എന്ന ഫോമിൽ എടുത്തു. ഫസ്റ്റ് സെന്റൻസിൽ പറഞ്ഞിട്ടുള്ളത് ഈ ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററിൽ 1 ആഡ് ചെയ്തു, എക്സ് പ്ലസ് 1 ആഡ് ചെയ്തു, എന്നിട്ട് അതിനെ സിംപ്ലിഫൈ ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ 1 by 2 ആണ്. സെക്കൻഡ് സെന്റൻസിൽ പറയുന്നത് എക്സ് ബൈ വൈയില് ഡിനോമിനേറ്ററിൽ 1 ആഡ് ചെയ്തു, അതിനുശേഷം സിംപ്ലിഫൈ ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ 1 by 3 ആണ്. നമുക്ക് രണ്ട് ഇക്വേഷൻസ് ഫോം ചെയ്തു. ഇനി ഇതിൽ ഫസ്റ്റ് ഇക്വേഷനെയും സെക്കൻഡ് ഇക്വേഷനെയും നമുക്കൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷൻ എങ്ങനെയാണ് ക്രോസ് മൾട്ടിപ്ലൈ? ഇനി നമുക്ക് ഫസ്റ്റ് ഇക്വേഷനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മീൻസ് എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി. ഈ ഫോമിൽ വന്നാൽ നമുക്കിതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മീൻസ് A into D equal to C into B. A into D equal to C into B. ഈ ഫോമിലാക്കി എഴുതാം. അപ്പോൾ AD equal to CB എന്ന ഫോം കിട്ടും. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ എക്സ് പ്ലസ് 1 into 2 and 1 into y എന്ന ഫോമിൽ വരും. അപ്പോൾ ഇവിടെ എക്സ് പ്ലസ് 1 into 2 equal to 1 into y. ടു എക്സ് പ്ലസ് 1 equal to y. ഇതൊന്ന് നല്ലോണം അറേഞ്ച് ചെയ്ത് എഴുതിയതാണ്. 2 into x plus 1 equal to y എന്ന ഫോമിൽ കിട്ടി. അതുപോലെ തന്നെ സെക്കൻഡ് ഇക്വേഷൻ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ x into 3 and 1 into y plus 1. അപ്പോൾ x into 3 3x equal to 1 into y plus 1 1 into y plus 1. 3x equal to y plus 1 എന്ന ഫോമിൽ കിട്ടി. ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 3, ഇതിന് ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുത്തു. അപ്പോൾ y ഈക്വൽ ടു 2 into x plus 1 എന്ന് കിട്ടി. ഈ y വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെ വരും ആൻസർ? 3x ഈക്വൽ ടു y വാല്യൂ 2 into x plus 1 2 into x plus 1 plus 1. 3x equal to 2 into x 2x plus 2 into 1 2 plus 1, that is 3x equal to 2x plus 3.
ദെൻ 2x നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്താൽ 3x മൈനസ് 2x, ഇത് ഇവിടെ പോസിറ്റീവ് 2x ആണ്, പ്ലസ് 2x ആണ്, അതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ മൈനസ് 2x ആവും. അപ്പോൾ 3x മൈനസ് 2x ഈക്വൽ ടു 3. 3x മൈനസ് 2x 1x, ദറ്റ് ഈസ് x. x ഈക്വൽ ടു 3. അപ്പോൾ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടി. അതായത് x ബൈ y എന്നാണ് നമ്മളെ ഫ്രാക്ഷൻ, അതിലെ ന്യൂമറേറ്റർ വാല്യൂ കിട്ടി. ഇനി ഡിനോമിനേറ്റർ വാല്യൂ കാണണം. അത് നമ്മൾ മുമ്പേ ഒരു ഇക്വേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. y ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് പ്ലസ് 1 എന്ന്, തേർഡ് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2 ഇൻറ്റു 3 പ്ലസ് 1 ഈക്വൽ ടു 2 ഇൻറ്റു 3 പ്ലസ് 1 4. 2 ഇൻറ്റു 4 8. 8 ഈസ് ദ ആൻസർ. അപ്പോൾ നമ്മുടെ ഫ്രാക്ഷൻ എക്സ് ബൈ വൈ ഈക്വൽ ടു 3/8. Next question. The price of 2 pens and 3 notebooks is 40 rupees and the price of 2 pens and 5 notebooks is 60 rupees. What is the price of a pen and the price of a notebook? ഇവിടെ പറയുന്നത് ഒരു തവണ 2 പെൻസും 3 നോട്ട്ബുക്സും വാങ്ങിയപ്പോൾ അതിന്റെ പ്രൈസ് 40 rupees ആയിരുന്നു. സെക്കൻഡ് ടൈം 2 പെൻസും 5 നോട്ട്ബുക്സും വാങ്ങിയപ്പോൾ 60 rupees ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു പെന്നിന്റെ പ്രൈസ് എത്രയാണ്, അതുപോലെ തന്നെ ഒരു നോട്ട്ബുക്കിന്റെ പ്രൈസ് എത്രയാണ്? ഇവിടെ നമുക്ക് പെന്നിനെ എക്സ് ആക്കി എടുക്കാം, അതുപോലെ നോട്ട്ബുക്കിന്റെ വാല്യൂവിനെ വൈ ആയിട്ടും എടുക്കാം. എക്സ് ആൻഡ് വൈ ടേമിൽ ഇക്വേഷൻസ് ഫോം ചെയ്തിട്ട് സോൾവ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുന്നതാണ് എളുപ്പം. ഫസ്റ്റ് മെത്തേഡിനെക്കാട്ടിലും സെക്കൻഡ് മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാം. എക്സാം ബേസിലാണെങ്കിലും സെക്കൻഡ് മെത്തേഡ് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും എളുപ്പം. ഇവിടെ നമ്മൾ പ്രൈസ് ഓഫ് പെൻ എക്സ് ആയിട്ട് എടുത്തു, പ്രൈസ് ഓഫ് നോട്ട്ബുക്ക് വൈ ആയിട്ട് എടുത്തു. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട 2 അൺനോൺ വാല്യൂസ് ആണ് ഇത്. ഇനി ഫസ്റ്റ് സെന്റൻസിൽ പറയുന്നുണ്ട് 2 പെൻസ് ആൻഡ് 3 നോട്ട്ബുക്സ് വാങ്ങിയപ്പോൾ 40 rupees ആണെന്ന്. അപ്പൊ 2 പെൻസ് 2 ഇൻറ്റു എക്സ് 2 പെൻസ് പ്ലസ് 3 നോട്ട്ബുക്സ് 3 ഇൻറ്റു വൈ ഈക്വൽ ടു 2 പെൻസ് ആൻഡ് 3 നോട്ട്ബുക്സ് വാങ്ങിയപ്പോൾ പ്രൈസ് 40 rupees. സെക്കൻഡ് സെന്റൻസിൽ പറയുന്നുണ്ട് 2 പെൻസ് 2x പ്ലസ് 5 notebooks 5y ഈക്വൽ ടു 2 പെൻസും 5 നോട്ട്ബുക്സും വാങ്ങിയപ്പോൾ 60 rupees ആണ്. ഇനി നമുക്ക് 2 ഇക്വേഷൻസ് ഫോം ചെയ്തു. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് ഇവിടെ 2 നോട്ട്ബുക്സ് അധികം വാങ്ങിയപ്പോഴാണ് 60 rupees ആയത്. 2 പെൻസ് ആണ് 2 കേസിൽ നമ്മൾ വാങ്ങിയത്. ഇവിടെ 3 നോട്ട്ബുക്സ്, ഇവിടെ 5 നോട്ട്ബുക്സും ആണ് വാങ്ങിയത്. അപ്പം 2 നോട്ട്ബുക്സ് അധികം, അതായത് 2y അധികം. 2y അധികമായപ്പോൾ പ്രൈസ് കൂടി. എത്ര കൂടി? ഇവിടെ 2y അധികമായപ്പോൾ എത്ര പ്രൈസ് ആണ് കൂടിയത്? 60 മൈനസ് 40 ഈക്വൽ ടു 20. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് y കണ്ടുപിടിക്കാം. y ഈക്വൽ ടു 20/2 ഈക്വൽ ടു 10. അപ്പോൾ y വാല്യൂ 10 എന്ന് കിട്ടി. ഇതിന്ന് ഈ y വാല്യൂ ഇതിലെ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് x വാല്യൂ കിട്ടും. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ കൺസിഡർ ചെയ്താൽ 2x പ്ലസ് 3 ഇൻറ്റു y വാല്യൂ 10 ഈക്വൽ ടു 40. 2x plus 30 equal to 40. 2x equal to 40 minus 30 equal to 10. X equal to 10/2 equal to 5. അപ്പോൾ നമുക്കിവിടെ പ്രൈസ് ഓഫ് പെൻ, അതായത് x ഈക്വൽ ടു 5 എന്ന് കിട്ടി.
പ്രൈസ് ഓഫ് നോട്ട്ബുക്ക്, അതായത് y ഈക്വൽ ടു 10 എന്നും കിട്ടി. ഇങ്ങനെ വൈഡായിട്ട് ചിന്തിക്കുന്നതിന് പകരം നമുക്ക് രണ്ട് ഇക്വേഷൻ, ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് രണ്ട് ഇക്വേഷൻ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ സോൾവ് ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാം. മുമ്പത്തെ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ പ്രോബ്ലംസും നമുക്ക് ഈ എക്സ് ആൻഡ് വൈ ടേമിൽ ഇക്വേഷൻസ് ഫോം ചെയ്തതിന് ശേഷം അത് ഡയറക്റ്റ് സോൾവ് ചെയ്യുക. ഈ ഡയറക്റ്റ് സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ടേമിനെ, ഒന്നെങ്കിൽ എക്സിന്റെ ടേമിനെയോ അല്ലെങ്കിൽ വൈ ടേമിനെയോ, ഏതെങ്കിലും ഒരു ടേമിനെ നമ്മൾ 0 ആക്കിയിട്ട് നമുക്ക് അടുത്ത ടേം കണ്ടുപിടിക്കാം. ഇപ്പോൾ എക്സ് ആണ് നമ്മളിവിടെ 0 ആക്കുന്നതെങ്കിൽ വൈ വാല്യൂ നമുക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാം. ഈ ക്വസ്റ്റ്യനിൽ രണ്ട് ഇക്വേഷൻസ് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനെ നമുക്ക് സോൾവ് ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ 2x കോമൺ ആണ്. അപ്പോൾ ഇതിനെ മൈനസ് ചെയ്ത് ഇതിനെ 0 ആക്കിയിട്ട് നമുക്ക് y വാല്യൂ കണ്ടുപിടിക്കാൻ കഴിയും. ആദ്യം നമ്മൾ ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുക. ഇക്വേഷൻ നമ്പർ 2നെ, ഈ സെക്കൻഡ് ഇക്വേഷനെ നമുക്ക് ആദ്യം എഴുതാം. കാരണം ഇതാണ് ഹയർ വാല്യൂ എന്ന് പറയുന്നത്. ഇതിന്റെ വാല്യൂ 65y ഹയർ ആണ് ഫസ്റ്റ് ഇക്വേഷനെ കൺസിഡർ ചെയ്യുമ്പോൾ. അപ്പൊ ഇതൊന്ന് ആദ്യം എഴുതി കഴിഞ്ഞിട്ട് സോൾവ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ സോൾവ് ചെയ്യാം. നെഗറ്റീവ് വാല്യൂസ് വരും. അപ്പോൾ രണ്ട് നെഗറ്റീവ്സിനെ കട്ട് ചെയ്ത് ചെയ്യുന്നതിനെക്കാട്ടിലും സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പൊ 2x plus 5y equal to 60. Then 2x plus 3y equal to 40. ഇതിനെ മൈനസ് ചെയ്താൽ 2x minus 2x 0 plus 5y minus 3y 2y equal to 60 minus 40 20. 2y 20 എന്ന് കിട്ടി. y equal to 20/2 equal to 10. അപ്പോൾ y കിട്ടി. ഇനി നമുക്ക് എക്സ് വാല്യൂ കണ്ടുപിടിക്കാൻ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ വൈൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് എക്സ് വാല്യൂ കണ്ടുപിടിക്കുക, മുമ്പ് ചെയ്തതുപോലെ തന്നെ. അപ്പോൾ എങ്ങനെ വരും? 2x plus 3 into 10 equal to 40. 2x plus 30 equal to 40. 2x equal to 40 minus 30 equal to 10. X equal to 10/2 equal to 5. Same value കിട്ടി. Price of pen 5 and price of notebook 10. അപ്പോൾ എല്ലാ പ്രോബ്ലംസും നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഇതുപോലെ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The price of 3 pencils and 4 pens is 26 rupees. And for 6 pencils and 3 pens it is 27 rupees. What is the price of each? അപ്പോൾ പറയുന്നത് ഒരു സെറ്റിൽ 3 പെൻസിൽസും 4 പെൻസും വാങ്ങി. അപ്പോൾ അതിൻ്റെ പ്രൈസ് 26 rupees ആണ്. സെക്കൻഡ് 6 പെൻസിൽസും 3 പെൻസും കൂടി വാങ്ങി. അപ്പോൾ അതിൻ്റെ പ്രൈസ് 27 rupees ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു പെൻസിലിൻ്റെയും ഒരു പെന്നിൻ്റെയും പ്രൈസ് എത്ര എന്നാണ് ചോദിച്ചത്. ഇവിടെ നമുക്ക് പ്രൈസ് ഓഫ് പെൻസിൽ എക്സ് ആയിട്ടും പ്രൈസ് ഓഫ് പെൻ വൈ ആയിട്ടും എടുക്കാം. ഇത് രണ്ടുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് സെന്റൻസ് പറയുന്നുണ്ട് ദ പ്രൈസ് ഓഫ് 3 പെൻസിൽസ് ആൻഡ് 4 പെൻസ് ഈസ് 26 rupees. 3 പെൻസിൽസ് അതായത് 3x പ്ലസ് 4 പെൻസ് 4y ഈക്വൽ ടു 26 rupees. 3 പെൻസിൽസും 4 പെൻസും കൂടി വാങ്ങിയപ്പോൾ 26 rupees ആയി. സെക്കൻഡ് സെന്റൻസിൽ പറയുന്നുണ്ട് 6 പെൻസിൽസ് ആൻഡ് 3 പെൻസ് ഈക്വൽ ടു 27 rupees. 6 പെൻസിൽസും 3 പെൻസും കൂടി വാങ്ങിയപ്പോൾ 27 rupees ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ രണ്ട് ഇക്വേഷൻസ് ഫോം ചെയ്തു. ഇതിന് ഇക്വേഷൻ നമ്പർ 1 ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഇനി ഇതിനെ നമ്മൾ മുമ്പത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്തിട്ട് ഒരു വാല്യൂൻ്റെ ആൻസർ നമുക്ക് ഇതൊന്ന് കണ്ടുപിടിക്കാം. പക്ഷെങ്കിൽ അങ്ങനെ കണ്ടുപിടിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു ടേം കോമൺ ആയിട്ടുണ്ടായിരിക്കണം രണ്ട് ഇക്വേഷനിലും.
ഇവിടെ എക്സ് ടേം നോക്കിയാൽ ഇവിടെ 3x ആണ്, ഇവിടെ 6x ആണ്, ഇവിടെ y ടേം 4y ആണ്, ഇവിടെ 3y ആണ്. അപ്പം ഈക്വൽ ആയിട്ടുള്ള ടേംസ് ഇല്ല. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ഇക്വേഷൻസ് കൺസിഡർ ചെയ്തിട്ട് അതിനെ ഈക്വൽ ആക്കി മാറ്റാം. ഒരു ഡിജിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സെക്കൻഡ് ഇക്വേഷനെ ഈക്വൽ ആയിട്ട് മാറ്റാം. ഇപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ കൺസിഡർ ചെയ്താൽ ഫസ്റ്റ് ഇക്വേഷനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ becomes 2 into 3x plus 4y equal to 26. ഈ ഹോൾ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 into 3x 6x plus 2 into 4y 8y equal to 2 into 26 52. നമ്മൾ ഒരു നമ്പർ കൊണ്ട് ഒരു ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് ഇക്വേഷന്റെ ലെഫ്റ്റിലും റൈറ്റിലും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ പുതിയൊരു ഇക്വേഷൻ ഫോം ചെയ്തു. അതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കുക. അപ്പോൾ ഈ ഇക്വേഷൻ നമ്പർ 3യും ഇക്വേഷൻ നമ്പർ 2ഉം കൺസിഡർ ചെയ്താൽ അതിൽ കോമൺ ആയിട്ടുള്ള ടേം ഏതാണ്? 6x. ഇവിടെ 6x. അപ്പോൾ നമ്മൾ ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ ഈ 6xനെ നമുക്ക് 0 ആക്കി മാറ്റാം. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യാം? y വാല്യൂ നമുക്ക് ഇതിന് കണ്ടുപിടിക്കാം. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിനെ എടുത്തെഴുതാം. ഇപ്പോൾ പുതുതായിട്ട് ഫോം ചെയ്ത ഇക്വേഷൻ 6x plus 8y equal to 52. Then second equation 6x plus 3y equal to 27. ഇനി നമ്മൾ ഈ രണ്ട് ഇക്വേഷനെയും സബ്സ്ട്രാക്ട് ചെയ്ത് സോൾവ് ചെയ്യാൻ പോവാണ്. ഈ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ നമ്പർ 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മറ്റൊരു ഇക്വേഷൻ ആക്കി എടുത്തു. അതാണ് ഇക്വേഷൻ നമ്പർ 3. പിന്നെ ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ, ഇനി ഈ രണ്ട് ഇക്വേഷനെയും നമ്മൾ സോൾവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ 6x minus 6x 0 plus 8y minus 3y 5y equal to 52 minus 27 25. അപ്പോൾ 5y equal to 25. ഇതിൽ നിന്നും y equal to 25 by 5 equal to 5. അപ്പോൾ നമുക്ക് y വാല്യൂ കിട്ടി. ഇനി നമുക്ക് x വാല്യൂ കണ്ടുപിടിക്കാം. അത് ഈ y വാല്യൂവിനെ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് x വാല്യൂ കിട്ടും. അപ്പോൾ ഈ സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 6x plus 3 into 5 equal to 27. 6x plus 15 equal to 27. 6x 27 minus 15, that is equal to 12. So x equal to 12 by 6 equal to 2. അപ്പോൾ നമുക്ക് x വാല്യൂ 2 എന്നും y വാല്യൂ 5 എന്നും കിട്ടി. അപ്പോൾ ഈ x വാല്യൂ, അതായത് പെൻസിലിന്റെ പ്രൈസ് 2 rupees പെന്നിന്റെ പ്രൈസ് 5 rupees.